നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ ലുലു ഉൾപ്പെടെ 8 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂരുള്ള 2 പ്രമുഖ കമ്പനികളിലേക്ക് 5500-ലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള ക്വസ് ഗ്ലോബൽ എന്ന കമ്പനിയിലേക്കുള്ള ഒരു ഹയറിങ്ങിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലെ തന്നെ മറ്റൊരു കമ്പനിയിലെ അവസരം, അതല്ലെങ്കിൽ ഒരു പ്രമുഖ ബാങ്കിന്റെ ഗ്രൂപ്പ് കമ്പനിയിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമുള്ള റിക്രൂട്ട്മെന്റ്. ഇങ്ങനെ വിവിധ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്ന മണപ്പുറം ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. 5000-ഓളം ഒഴിവുകളിലേക്കാണ് മണപ്പുറം ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. CA CMA അല്ലെങ്കിൽ CS കഴിഞ്ഞവര്, LLB കഴിഞ്ഞവര്, BTech, MBA അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ PG കഴിഞ്ഞവർക്കൊക്കെ ഈ അവസരങ്ങളിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. ഇന്ത്യയിൽ ആകമാനം തൊഴിലവസരങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മികച്ച ശമ്പളം, അതേപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റൽ അക്കോമഡേഷൻ, ഗ്രാറ്റുവിറ്റി, മറ്റ് അലവൻസ് ഒക്കെ ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും മാത്രമല്ല, 10 വർഷമൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മണപ്പുറത്തിന്റെ മാസ് ഹയറിംഗിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നവര് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ അവസരങ്ങളുടെയും ഡീറ്റെയിൽസ് jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അടുത്ത അവസരം നമ്മുടെ കൊരട്ടി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന വാക്, അതായത് മുമ്പ് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയിലേക്കാണ്. ഇവര് ഏതാണ്ട് 7ഓളം വിവിധ തസ്തികകളിൽ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നവംബർ 23-ാം തീയതി നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഗ്രാഫിക് ഡിസൈനർ, അതേപോലെ തന്നെ 3D ജേർണലിസ്റ്റ്, UI UX ഡിസൈനർ, ഇതൊക്കെ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ബ്രാൻഡ് ഡിസൈനർ, അതേപോലെ തന്നെ മോഷൻ ഡിസൈനർ, അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസൈനർ, UX ഡിസൈനർ, ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. അപ്പൊ 23-ാം തീയതി 9 മണിക്ക് 10 മണിക്കും ഇടയ്ക്കായിട്ട് വാക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഈ ഇന്റർവ്യൂ നടക്കുന്നത് കൊരട്ടി ഇൻഫോ പാർക്കിലെ ഇന്ത്യരം എന്ന ബിൽഡിങ്ങിൽ വെച്ചായിരിക്കും. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ക്വസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ക്വസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള, ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിൽ പ്രവർത്തനമുള്ള ഒരു വലിയ കമ്പനിയിലേക്കാണ്. ഒരു IT കമ്പനിയാണ്. എന്നാൽ ഇവര് നോൺ IT-കാരെയും പല പൊസിഷനിലേക്കായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. ഇവര് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും, ട്രെയിനി എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ ജോബ് അല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹയറിംഗ് നടക്കുന്ന ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കായിരിക്കും. മിനിമം 60% മാർക്ക് ഉള്ള, ബാക്ക്ലോഗ്സ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം. BTech, അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനായിരിക്കും അവസരമുള്ളത്. 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന്റെ ശമ്പളം 3.75 lakh per annum എന്നാണ് സൂചിപ്പിക്കുന്നത്. 3 ഇയർ ബോണ്ട് സർവീസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയുക. ഒരു ഓൺലൈൻ അസസ്മെന്റും പിന്നെ 2 റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷൻ നടക്കുക. അപ്പം നിങ്ങൾക്ക് സെലക്ഷൻ സമയത്ത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമായിരിക്കും ടെസ്റ്റിനായിട്ട് ക്ഷണിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് അലുക്കാസിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കേണ്ട 500ഓളം ഒഴിവുകളിലേക്കാണ് ജോയ് അലുക്കാസ് ഇപ്പോൾ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു 300 ഒഴിവുകൾ ജ്വല്ലറി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ മിനിമം ഒരു 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജ്വല്ലറി സെയിൽസ് ട്രെയിനി ആയിട്ട് 200 ഒഴിവുകളുണ്ട്. ഇത് ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ അപേക്ഷിക്കാം. ഇത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഗസ്റ്റ് റിലേഷൻ ഓഫീസറായിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അത് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലോ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവരായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മികച്ച ശമ്പളം, അക്കോമഡേഷൻ, മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഈ അവസരങ്ങളിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 26 തീയതി നവംബർ, അതായത് ചൊവ്വാഴ്ച, ജോയി അലൂക്കാസിന്റെ തൃശ്ശൂര് റൗണ്ട് ഈസ്റ്റിലുള്ള ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം രാവിലെ 9:30 മുതൽ വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം സൈബ്രോസിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് നമ്മുടെ കോഴിക്കോട് കിൻഫ്ര ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഇവര് പൈതൺ ഓഡോ ഡെവലപ്പേഴ്സ് ട്രെയിനീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ബിടെക് അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രോണിക്സ്, BCA അല്ലെ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, IT, MSc ഇലക്ട്രോണിക്സുകാർക്കൊക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം ബാങ്ക് സെയിൽസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിരിക്കും. ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാമെന്ന്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവർക്ക് ഫീൽഡ് സെയിൽസിന് റെഡി ആയിരിക്കണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. യു ഷുഡ് ബി വില്ലിംഗ് ടു വർക്ക് ഇൻ ഫാസ്റ്റ് പേസ്ഡ് അറ്റ്മോസ്ഫിയർ ഇൻ ഫീൽഡ് സെയിൽസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 20,000 മുതൽ 22,000 രൂപ വരെ പ്രതിമാസ ശമ്പളം പ്രതീക്ഷിക്കാം. 25ഓളം ഒഴിവുകളുണ്ട്. ബോണസ്, ഇയർലി ഇൻക്രിമെന്റ്, ഇൻസെന്റീവ്സ്, PF, ESI, ഗ്രാറ്റുവിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഗ്രൂപ്പിലുള്ള ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന കമ്പനിയിലേക്ക് വിവിധ തസ്തികയിലേക്കുള്ള ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഫ്രഷേഴ്സിനും അവസരമുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അവസരമുണ്ട്. എക്സ്പീരിയൻസുകാരെ 4 തസ്തികയിലാണ് ഹയർ ചെയ്യുന്നത്. മാനേജർ, ഇന്റേണൽ ഓഡിറ്റർ, അസിസ്റ്റന്റ് മാനേജർ HR, ഓഡിറ്റിംഗ് എക്സിക്യൂട്ടീവ്, ബ്രാഞ്ച് മാനേജർ. ഇത് 4ഉം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. എന്നാൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ഇവരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. MBAക്കാർക്കുള്ള അവസരമാണ്. MBA HR സ്പെഷ്യലൈസ് ചെയ്തവർക്ക് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. 3 months ആയിരിക്കും ഇനീഷ്യലി ഇന്റേൺഷിപ്പ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ പെർഫോമൻസ് ബേസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് ലുല്ലു ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് പരിശോധിക്കാം. ലുല്ലു നമുക്കൊരു ആമുഖം വേണ്ടാത്തൊരു കമ്പനിയാണ്. ലുല്ലു യൂസഫ് അലിയുടെ ലുല്ലു ഗ്രൂപ്പ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ കോട്ടയത്തും ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവർ കൊച്ചിയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 തസ്തികയിലാണ് ഹയറിംഗ് നടക്കുന്നത്. ഒന്ന് മാനേജർ HR കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. മറ്റൊന്ന് മാനേജർ HR കോംപ്ലയൻസസ് എന്നുള്ളതാണ്. അതായത് മാൻഡേറ്ററി ആയിട്ട് ഉള്ള നിബന്ധനകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ PF, ESI പോലെയുള്ള മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാനേജർ HR കോംപ്ലയൻസ് എന്നുള്ളത്. ഈ 2 വേക്കൻസിക്കും ആദ്യത്തെ വേക്കൻസിക്ക് 8 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം. രണ്ടാമത്തേതിന് മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നവംബർ 20-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അപ്പം 8 കമ്പനികളിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരെയും ഒന്നും ഇന്റർവ്യൂവിനൊന്നും ഇങ്ങനെയുള്ള കമ്പനികൾ വിളിക്കണമെന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ക്ഷണിക്കുക. അതേപോലെ ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.